യേശുവിൽ നമുക്ക് ഹീറോയാകാം. പലതരം ഹീറോയുണ്ട്. തിന്മ ചെയ്തും പാപം ചെയ്തും മറ്റുള്ളവരെ ദ്രോഹിച്ച് ഹീറോയാവുന്നവരുണ്ട്. എങ്കിൽ നന്മ ചെയ്ത് നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്ന ഹീറോയാകാം. റോമാക്കാർക്ക് സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യം. തിന്മ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴ്പ്പെടുത്തുവിൻ. നമ്മളെ കണ്ട് മറ്റുള്ളവർ സന്തോഷിച്ച് ആ ഒരു വാക്കുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി ഒരാളുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിയുന്നെങ്കിൽ അതിൽ കൂടുതൽ ഹീറോയിസം വേറെയില്ല. ഈ ലോകത്തിലെ ഹീറോയിസം നമ്മൾ മരിക്കുന്നതോടുകൂടി അവസാനിക്കുന്നു. എന്നാൽ നിത്യജീവനാകുന്ന ഹീറോയിസം കിട്ടാൻ നന്മ ഭൂമിയിൽ ചെയ്യുക. മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദ്രോഹിക്കാതെ യേശുവിൽ വിശ്വസിച്ച് നമുക്ക് മുകളിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ചിന്തയോടുകൂടി നമുക്ക് ജീവിക്കാം. ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, പാപത്തെയും പാപസാഹചര്യങ്ങളെയും വെറുത്ത് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നാഥ, ലോകമോഹങ്ങളിൽ നിന്നകന്ന് അങ്ങയോടൊത്ത് ജീവിക്കുവാനും അങ്ങയെ സ്നേഹത്തിൽ ആനന്ദിക്കുവാനും ആ ആനന്ദത്തേക്കാൾ വലിയ ആനന്ദമില്ലെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. നാഥ, നമുക്കിഷ്ടമുള്ളവരുടെ കണ്ണു നിറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോ നടത്തിത്തരും.